മരത്തിലിരിക്കുകയായിരുന്ന മൗഗ്ലിയെ 2 കൈകൾ മുകളിലേക്ക് എടുത്തുയർത്തി. അതേസമയം ഒരു കൂട്ടം കുരങ്ങന്മാർ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവർ മൗഗ്ലിയെ ഉയർത്തി കൈമാറി എങ്ങോട്ടോ കൊണ്ടുപോയി. ശബ്ദം കേട്ട് ബാലുവും ബഗീരയും പുറകെ ഓടി. അവരെ എത്രയൊക്കെ ഓടിയിട്ടും പിടിക്കാൻ സാധിച്ചില്ല. അവർക്കൊരു പുഴ തടസ്സമായി നിന്നു. ബാലുക്കരടി ഒന്നും നോക്കാതെ നേരെ പുഴയിലേക്ക് എടുത്തു ചാടി. ബഗീര അവന്റെ മുതുകിൽ കയറി മറുകരയിലേക്ക് ചാടി. മൗഗ്ലിയെ കുരങ്ങന്മാർ ഒരു വലിയ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ബാലുവിന് മല കയറാൻ സാധിക്കുമായിരുന്നില്ല. ഇത് കണ്ട ബഗീര ഒറ്റയ്ക്ക് പോകാം എന്ന് പറയുന്നു. പക്ഷെ തന്റെ കൂട്ടുകാരനായ മൗഗ്ലിക്ക് വേണ്ടി തന്റെ ഭയത്തെ ബാലുക്കരടി മാറ്റിവെച്ചു. മൗഗ്ലിയെ മല തുറന്നുണ്ടാക്കിയ ഒരു കൊട്ടാരത്തിലേക്ക് കുരങ്ങന്മാർ കൊണ്ടുപോയി. പണ്ടെങ്ങോ മനുഷ്യർ പണിതാണ് അത്. മൗഗ്ലിയെ അവർ ഉള്ളിലേക്ക് കൊണ്ടുപോയി. അവിടെ പഴങ്ങളും പലതരം പാത്രങ്ങളും ഒക്കെ കിടപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് കുരങ്ങന്മാർ ഒക്കെ പേടിച്ച് പൊളിക്കാൻ തുടങ്ങി. ഒരു ഭീമാകാരൻ കൈവന്ന് കുറെ മാങ്ങകൾ എടുത്തു. വലിയ ആൾക്കുരങ്ങായിരുന്നു അത്. ഈ കാട് ഭരിക്കണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. പക്ഷെ അതിന് അവന് തീ വേണമായിരുന്നു. പക്ഷെ മനുഷ്യർക്ക് മാത്രമേ അത് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അതിനുവേണ്ടിയാണ് മൗഗ്ലിയെ അവർ പിടിച്ചുകൊണ്ട് വന്നത്. പക്ഷെ ചെന്നായ്ക്കളുടെ കൂടെ വളർന്ന മൗഗ്ലിക്ക് തീയുണ്ടാക്കാൻ അറിയില്ലായിരുന്നു. ഇത് കേട്ട് ആൾക്കുരങ്ങിന് ദേഷ്യം വന്നു. അവൻ വലിയ ശബ്ദത്തിൽ അലറാൻ തുടങ്ങി. പെട്ടെന്ന് അവിടേക്ക് ബാലുക്കരടി നടന്നു വന്നു. അവൻ തന്റെ കൂട്ടുകാരനോട് എന്ന പോലെ ആൾക്കുരങ്ങിനോട് സംസാരിക്കാൻ തുടങ്ങി. അവൻ കൺഫ്യൂഷൻ അടിച്ച് നിന്നപ്പോഴേക്കും പുറകിൽ കൂടി ബഗീര വന്ന് മൗഗ്ലിയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. പക്ഷെ അതിനിടയിൽ ഒരു കുരങ്ങൻ അത് കണ്ടു. അവൻ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ആൾക്കുരങ്ങ് അത് കണ്ടു. അവൻ അവരെ ആക്രമിക്കാൻ നിർദ്ദേശം കൊടുത്തു. അവർ ഒരു വലിയ യുദ്ധത്തിന് തയ്യാറായി.